നമ്മുടെ രാജാവിന്റെ കഥകളിലൊക്കെ നായാട്ടിന് പോവുക എന്നുള്ള പ്രയോഗമൊക്കെ കേൾക്കുന്ന കേട്ടോ. ഇതാദ്യമായിട്ട് ഒരാള് ഇപ്പൊ ഈ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഒരാൾ നായാട്ടിന് പോവുക എന്നുള്ള പറയൂ. നായാട്ടിന് പോയേ പറ്റൂ. അവസാനം അയാളത്തെ സമ്മതിച്ചു. അങ്ങനെ രാത്രി ഒരു 9 മണി 10 മണിയായപ്പോൾ അവര് അത്യാവശ്യം മദ്യപിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ മൂട് വന്നു. തോക്കെടുത്ത് രണ്ടുപേരും കൂടി ഇറങ്ങുകയാണ്. അപ്പം കൂടുതലും പോകരുത്, ഇവിടെ അടുത്തവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും കിട്ടും, മുയലൊക്കെ കിട്ടും പറഞ്ഞു. തെരി പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇറങ്ങിയപ്പോൾ ഇവർ ഭാഗ്യത്തിന് ഇറങ്ങി ഹോട്ടലിന്റെ പുറത്തെത്തുമ്പോൾ തന്നെ 2 നല്ല തിളങ്ങുന്ന കണ്ണുകൾ കാണുന്നു. ഇവർ നോക്കി ഒരു വലിയൊരു മുയല്. അപ്പൊ ഇവര് എയിം ചെയ്തപ്പോൾ പൊപ്പോട്ടിന് കൈ വിറയ്ക്കുന്നു. പട്ടം തന്നെ സഹായിച്ചു പിടിക്കാൻ. അങ്ങനെ 2 പേരും കൂടി പിടിച്ചിട്ട് തോക്കുകൊണ്ട് വെടിവെച്ചു. കറക്റ്റ് ഉന്നം ആ മുയൽ ചത്തു വീണു. ഇവർ പോയി നോക്കിയപ്പോൾ ഒരു 2-3 കിലോ ഉണ്ട്. ഭയങ്കര ഭാഗ്യം. മേടിച്ചൊന്ന് റെസ്റ്റോറൻറ്റിൽ വരുമ്പോൾ റെസ്റ്റോറൻറ്റൊക്കെ പൂട്ടി. അപ്പോൾ അവർക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല. ശരി, നാളെ രാവിലെ കുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവർ ഒന്ന് റൂമിൻ്റെ അവിടെ കൊണ്ടു വെച്ചിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ വാതിലിൽ ആരോ വന്ന് തട്ടുന്നു. വാതിൽ തുറക്കുമ്പോൾ അടുത്ത പള്ളിയിൽ അച്ഛനാണ്. അയാളുടെ ആസ്ട്രേലിയൻ പൂച്ചേനെയാണ് ഇവർ വെടിവെച്ച് കൊന്നത്. പുള്ളിയുടെ ആസ്ട്രേലിയൻ പൂച്ചയായിരുന്നത്. ഇവർ മുയലാണെന്ന് പറഞ്ഞ് വെടിവെച്ച് കൊന്ന് വലിയൊരു പൂച്ചേനാണ്. അതിനെ വീട്ടിൻ്റെ റൂമിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. പള്ളിയിലച്ഛൻ ലോഹയൊക്കെ മടക്കി കുത്തി നിന്നിട്ട് പച്ചത്തെറി. ഇവർ രണ്ടുപേരും ഒരു റിയാക്ഷൻ ഇല്ലാതെ നിൽക്കണു. കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് പള്ളിയച്ഛൻ പോയപ്പോൾ ഇവർ ചോദിക്കണം എന്താ ഉണ്ടായത്. ഇവർക്ക് തന്നെ അറിയില്ല എന്താ ഉണ്ടായത്. ഇവർ വെടിവെച്ചതാണോ കൊന്നതാണോ ഒന്നും ഇവർക്കറിയില്ല.